ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് സദ്യകളിൽ നമുക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള മധുരപ്പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന മെത്തേഡ്, പണ്ട് നമ്മുടെ വീട്ടിലുള്ള പ്രായമായവർ ചെയ്യുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പൈനാപ്പിൾ, ഏകദേശം ഒരു മീഡിയം സൈസായിട്ടുള്ള പൈനാപ്പിളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. പൈനാപ്പിൾ മുറിച്ചെടുക്കുന്ന സമയത്ത് എപ്പോഴും അതിൻ്റെ നടുവിലുള്ള ആ ഒരു ഭാഗവും അതുപോലെ തന്നെ സൈഡിലായിട്ട് വരുന്ന ചെറിയ ആ ഒരു ബ്രൗൺ ഷെയ്ഡുള്ള കണ്ണ് എന്നൊക്കെ പറയും അതിന്. അപ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം അത് രണ്ടും നമ്മൾ മുറിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരിൽ അത് അലർജിക്ക് പോലെ ഉണ്ടാകും, ചുമ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. വേവിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ പ്രശ്നം വരില്ല. ഇനി നമ്മൾ ഈ പൈനാപ്പിളിൽ നിന്ന് ഒരു 1/4 കപ്പ് മാത്രം ഞാനൊരു ബൗളിനകത്തോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ബാക്കിയുള്ള ഒരു 1/4 ഭാഗവും നമ്മൾ പ്രഷർ കുക്കറിനകത്ത് ഇട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇങ്ങനെ കുക്ക് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് പ്രഷർ കുക്കറിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി നമുക്ക് പെട്ടെന്ന്, കാരണം ഇതിന് അത്യാവശ്യം വേവുള്ളതാണ്, അതുകൊണ്ടാണ് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 1/4 കപ്പ് വെള്ളം മാത്രം മതി, ഒത്തിരി ഉപയോഗിക്കരുത്. പിന്നെ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 4 വിസിലെങ്കിലും അടുപ്പിക്കുക. 4 വിസിൽ അടിച്ചതിന് ശേഷം പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ആ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു 1/4 കപ്പ് പൈനാപ്പിൾ ഉണ്ടല്ലോ, അത് ജസ്റ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ തേങ്ങയുടെ അളവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രയാണോ പൈനാപ്പിൾ എടുക്കുന്നത് അതിനനുസരിച്ച് ഉപയോഗിച്ചാൽ മതി. ഇതിനകത്തോട്ടേക്ക് ഒരു 1/2 ടീസ്പൂണോളം കറി ജീരകം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ നമ്മൾ ഒരിക്കലും തൈര് ചേർത്തിട്ട് അരച്ചെടുക്കരുത്. നമ്മൾ ഒരിത്തിരി വെള്ളം ഉപയോഗിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയ തേങ്ങയുടെ ഒരു അരമുറി ഭാഗമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് ഒത്തിരി പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പച്ചടിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അരച്ചെടുക്കുന്ന ആ ഒരു പാകം അറിയുന്നുണ്ടാവുമല്ലോ. അത്യാവശ്യം കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ തേങ്ങ അരച്ചതും റെഡി ആയിട്ടുണ്ട്, അത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ പച്ച കടുക് ജസ്റ്റ് കുത്തി പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കുന്ന അതിനകത്ത് ഇട്ടിട്ട് ഞാൻ 1 ടീസ്പൂൺ മുഴുവനായിട്ട് കടുക് എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒതുക്കി എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഒരിക്കലും തേങ്ങയുടെ കൂടി ഇട്ടിട്ട് അരച്ചെടുക്കരുത്. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം. ഒന്നുകിൽ മിക്സിയിലിട്ട് അടിക്കുക, അതല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താലും മതി. 1 ടീസ്പൂണെങ്കിലും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ എരിവിന് നമ്മളൊരിക്കലും ഇതിനകത്തോട്ട് മുളക് പൊടിയോ അതുപോലെ വറ്റൽ മുളകോ അരച്ച് ചേർക്കുന്നില്ല. പകരം നമ്മൾ പച്ചമുളക് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് സാധാരണ വീട്ടിലൊക്കെ അമ്മമ്മയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അവർ പച്ചമുളക് മാങ്ങ പച്ചടിയിലാണെങ്കിലൊക്കെ ഇതുപോലെ ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇടിച്ച് ചതച്ചെടുക്കാം. മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി, ഇതുപോലെയുള്ള കല്ല് കയ്യിലില്ല എന്നാണെങ്കിൽ. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇതും നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ പൈനാപ്പിൾ വെന്തോ നോക്കാം. ശരിക്കും 4 വിസിൽ കഴിഞ്ഞ് പ്രഷറൊക്കെ പോയിട്ടുണ്ട്, നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് വെന്ത് കുഴയൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ കുക്കായി കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, ഈ ഒരു പാകത്തിനാണ് നമുക്ക് റെഡിയായി കിട്ടുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ പ്രഷർ കുക്കറിനകത്ത് ഇട്ടിട്ട് തന്നെ ബാക്കി ചെയ്തെടുക്കാം. പക്ഷെ ഒന്നുകൂടി ടേസ്റ്റിന് വേണ്ടി നമുക്ക് ചട്ടിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഞാനത് മുഴുവൻ ഒരു ചട്ടിയിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിനകത്തോട്ടേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ ആ ഒരു കൂട്ടുകൂടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയല്ല ശർക്കരയാണ് ഉപയോഗിക്കുക സാധാരണ. അപ്പോൾ ശർക്കരയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ട്, അവർക്ക് വേണമെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ട്രഡീഷണലി ഒക്കെ ചെയ്യുന്ന സമയത്ത് സാധാരണ ശർക്കരയാണ് ഉപയോഗിക്കുക. ഇത് കല്ലൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡയറക്റ്റ് ചേർത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പാനിയായിട്ട് അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ സമയത്താണ് നമ്മൾ ആവശ്യാനുസരണം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഉപ്പും ആ മധുരമൊക്കെ നോക്കിയിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. അതായത് ഈ തേങ്ങയും ജീരകമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അതിനൊരു പച്ചമണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണം മാറി കിട്ടുന്നത് വരെ ഈ കറി നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. അതുപോലെ നമ്മൾ പൈനാപ്പിൾ പച്ചക്ക് ജസ്റ്റ് അരച്ചെടുത്തിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതുമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരുമ്പോഴാണ് നല്ല ഫ്ലേവർ ഉണ്ടാവുക. പൈനാപ്പിൾ അരച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ ശരിക്കും പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വറ്റിച്ചെടുക്കണം എന്നാണെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ വറ്റിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. ഒരിക്കലും തൈര് ചേർത്തിട്ട് കറി വീണ്ടും തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്.
ഇതിപ്പോൾ ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോൾ നേന്ത്രപ്പഴം അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട്, അതുപോലെ ആപ്പിൾ ചേർത്ത് കൊടുക്കാറുണ്ട്, ചെറിയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ട്രഡീഷണലി ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സാധാരണ മധുരപ്പച്ചടിയിൽ ഉപയോഗിക്കാറില്ല. പൈനാപ്പിളാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേന്ത്രപ്പഴവും ആപ്പിൾ അങ്ങനെയുള്ളതൊന്നും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റിയാണ്. നല്ലതുപോലെ തിള വന്ന സമയത്ത് നമ്മുടെ കടുക് ചതച്ചത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ആ ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ അതുകൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ എരിവൊക്കെ കുറവാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചതച്ചിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിന് ഈ കറി അത്യാവശ്യം കുറച്ച് ലൂസ് പോലെ ഉണ്ടാകും, പക്ഷേ ഇത് ചൂടാറുമ്പോഴത്തേക്കും ഒന്നുകൂടി അങ്ങ് കുറുകി കട്ടിയായിട്ട് വരും. അപ്പോൾ ഇനി ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കി ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ചട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ തിള വരുന്നത് പോലെ തോന്നുന്നത്. അപ്പോൾ ഇനി ഇതിനകത്തോട്ടേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുമ്പോൾ എപ്പോഴും സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്പൂൺ വെച്ചിട്ടൊന്ന് അടച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ തൈരിൻ്റെ അളവ് എന്ന് പറയുന്നത് പുളിക്കനുസരിച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിപ്പം ഒട്ടും പുളിയില്ലാത്ത തൈരായതുകൊണ്ട് തന്നെ ഞാനൊരു 3.5 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ. ഇനി നമ്മൾ തിളപ്പിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തോട്ടേക്ക് ഞാനിപ്പോൾ ജസ്റ്റ് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഇതൊരു നിർബന്ധമില്ല. നമ്മൾ സെർവ് ചെയ്യുമ്പോഴൊക്കെ കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം മുന്തിരി ഫൈനലായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തോട്ടേക്ക് ഒന്ന് താളിച്ച് ചേർക്കുവാണ് വേണ്ടത്. അപ്പോൾ താളിച്ച് ചേർക്കുന്നതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് ചൂടായി വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിനകത്തോട്ടേക്ക് 1 ടീസ്പൂണിനടുത്ത് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു 2-3 വറ്റൽമുളകും അതല്ലെങ്കിൽ 2-3 വറ്റൽമുളകും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നമ്മുടെ കറിക്കകത്തോട്ടേക്ക് താളിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കൂ കേട്ടോ. നമ്മൾ ശരിക്കും മറ്റുള്ള ഫ്രൂട്ട്സൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട, അതായത് ചെറീസോ അതുപോലെ തന്നെ ആപ്പിളും നേന്ത്രപ്പഴം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ മുന്തിരിയുടെ ആവശ്യമില്ല കേട്ടോ. മുന്തിരി ജസ്റ്റ് ആ ഒരു കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഫൈനലായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അത്രയധികം നല്ല രുചിയാണ് ഇതിന്. അപ്പോൾ ഇത് ഇനി കുറുകി ഒന്ന് ജസ്റ്റ് 10 മിനിറ്റ് അടച്ചു വെക്കുക കേട്ടോ. താളിച്ച് ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ല നല്ല വെറൈറ്റി ഡിഷസുമായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.